ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററാണ് ടുവേർഡ്സ് ഇക്വാലിറ്റി. ഗ്രാൻഡ് പാ, വൈ ഡസ് എവരി വൺ ഹാവ് ഡിഫറെൻറ്റ് കളർഡ് കാർഡ്സ് വിത്ത് ദം? ഡിഫറെൻറ്റ് കളർഡ് കാർഡ്സ് ആർ ഇഷ്യൂഡ് ബേസ്ഡ് ഓൺ ദി ഡിഫറൻസ് ഇൻ ദി ഇൻകം ഓഫ് ഈച്ച് ഫാമിലി. അപ്പോൾ നമുക്കറിയാം, റേഷൻ കടയിൽ റേഷൻ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. അവിടെ ഒരച്ഛൻ, അമ്മ, മുത്തശ്ശൻ, ഒരു കുട്ടി എന്നിവരെ കാണാം. റേഷൻ കടയിൽ സാധനങ്ങൾ എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന ജോലിക്കാരെയും നമ്മൾ കണ്ടു. മുത്തച്ഛ, എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത നിറത്തിലുള്ള റേഷൻ കാർഡുകൾ എന്നാണ് കുട്ടി ചോദിച്ചത്. അപ്പോൾ മുത്തശ്ശൻ മറുപടി പറയുകയാണ്, ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായതുകൊണ്ടാണ് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ. വൈ ഈസ് ദ ഇൻകം ഓഫ് ഈച്ച് ഫാമിലി ഡിഫറൻറ്റ്? ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് മുത്തച്ഛ? മുത്തശ്ശൻ പറയുകയാണ്, ദർ ആർ മെനി റീസൺ ഫോർ ദാറ്റ്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും? റേഷൻ കാർഡ് വ്യത്യസ്തമായിരിക്കാൻ കാരണം നമുക്കറിയാം. വെള്ള കാർഡുണ്ട്, മഞ്ഞ കാർഡുണ്ട്, അല്ലേ? അങ്ങനെ പല തരത്തിലുള്ള കാർഡുകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഏത് കാർഡാണുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യുക. വാട്ട് കുഡ് ബി ദ റീസൺസ് ഫോർ ദി ഡിഫറൻസ് ഇൻ ഇൻകം ബിറ്റ്വീൻ ഫാമിലീസ്? കുടുംബങ്ങൾ തമ്മിലുള്ള വരുമാന വ്യത്യാസങ്ങൾക്കുള്ള കാരണം എന്തെല്ലാമാകുമെന്ന് നമുക്ക് നോക്കാം. ലിസൺ ടു ദി തോട്ട്സ് ഓഫ് നീനു ആൻഡ് വിക്കി ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം പീലീസ് വില്ലേജ്. നമ്മൾ പീലിയുടെ ചാപ്റ്റർ ഫസ്റ്റ് പഠിച്ചിരുന്നു. അപ്പോൾ ആ പീലീസ് വില്ലേജിൽ ചെന്നതിന് ശേഷം എന്തൊക്കെ കാഴ്ചകളാണ് നീനുവും വിക്കിയും കണ്ടത്? അപ്പോൾ അവർ തിരിച്ചു വന്നതിന് ശേഷം അവരുടെ ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീനുവിൻ്റെ തോട്ട്സാണ് ആദ്യം. ഐ വാസ് വറീഡ് ബട്ട് ഐ കുഡ് ഗോ എവരിവെയർ വെൻ ഐ വെൻറ്റ് ടു പീലീസ് വില്ലേജ് വിത്ത് മൈ ഫ്രണ്ട്സ്. പീലി, ഹെർ മദർ, ഹെർ ഫാദർ ആൻഡ് their village welcomed us with much enthusiasm. How beautiful were the sights in the village! Pili's family uses the agricultural produce cultivated by her father for food. It had the taste of the food that I usually have in many ancestral home in my village. I have to tell my family that we have to start farming on our farmland that is given for lease. I wish we moved back from these government quarters to our ancestral village so that I could enjoy the happiness of my village also. My parents can then go to the office from there. അപ്പോൾ പീലിയുടെ ചിന്തകളാണ് ഈ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പഠിക്കാനൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാസ്റ്റ് റീഡ് ചെയ്ത് പോയത്. എല്ലായിടത്തും പോകാനാകുമോ എന്ന ഒരു ടെൻഷനും ചിന്തയൊക്കെ ആയിരുന്നു ആദ്യം നീനുവിന് ഉണ്ടായിരുന്നു. നമുക്കറിയാം, നീനുവിനെ സംബന്ധിച്ചൊരു ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റാണ്. അപ്പോൾ പീലിയുടെ ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ പീലിയുടെ അച്ഛനും അതുപോലെ തന്നെ അവരുടെ അമ്മയും അതുപോലെ അവരുടെ ഗ്രാമവും എല്ലാവരും പീലിയുടെ കൂട്ടുകാരെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് അവിടെ സ്വാഗതം ചെയ്തത്. ഗ്രാമത്തിലെ എല്ലാ കാഴ്ചകളും കണ്ടു. അതെല്ലാം നീനുവിനും കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു. പീലിയുടെ അച്ഛനാണെങ്കിൽ കൃഷിപ്പണി ആണെന്നറിയാം. അപ്പോൾ ആ കൃഷി ചെയ്തുണ്ടാക്കിയിരുന്ന സാധനങ്ങളാണ് അവരുടെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ശരിക്കും നാട്ടിലെത്തുമ്പോൾ നീനു കഴിക്കുന്ന അതേ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് പീലിയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച ആഹാരത്തിനും ഉണ്ടായിരുന്നത്. അപ്പോൾ പീലി ചിന്തിക്കുകയാണ്, തങ്ങളുടെ സ്ഥലം കുറേ ലീസിന് കൊടുത്തിട്ടുണ്ട്, പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ കൃഷിഭൂമിയിൽ ഇനി മുതൽ നമുക്ക് തന്നെ സ്വന്തമായി കൃഷി ചെയ്താലോ എന്ന് നീനു ആലോചിക്കുന്നുണ്ട്. ഈ സർക്കാർ ക്വാർട്ടേഴ്സിൽ നിന്നും നാട്ടിലേക്ക് താമസം മാറാനും അങ്ങനെ മാറിയതിന് ശേഷം ഗ്രാമത്തിലെ സന്തോഷം കൂടി എനിക്ക് ആസ്വദിക്കാമല്ലോ. ഇതൊക്കെ എനിക്ക് അച്ഛനോടും അമ്മയോടും ഒന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഗ്രാമത്തിലെത്തി അച്ഛനും അമ്മയ്ക്കും ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാമല്ലോ. ഇതൊക്കെയാണ് നീനു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് വിക്കിയുടെ തോട്ട്സിലേക്ക് പോവാം. ഐ വെൻറ്റ് ടു പീലീസ് വില്ലേജ് wondering how I could spend a day without any of the amenities of the city. But I too enjoyed a day in Pili's village without a mobile network or Wi-Fi. When I returned from there, my perception that only city life was interesting changed completely. The taste of food there is different from the taste of packaged food here.
we led a busy life in a city apartment with parents who are in the business sector. I felt relieved when my grandfather came here after retiring from government service. നമുക്കറിയാം, നഗരത്തിലെ സൗകര്യങ്ങളൊന്നുമില്ലാതെ എങ്ങനെ ഒരു ദിവസം കഴിച്ചുകൂട്ടെ എന്ന ചിന്തയോടുകൂടിയാണ് ശരിക്കും ഈ റിക്കി പീലിയുടെ ഗ്രാമത്തിലേക്ക് ചെല്ലുന്നത്. അവൻ്റെ മനസ്സിൽ റേഞ്ചും വൈഫൈയും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും വാട്സപ്പും ഒന്നും ഇല്ലാത്ത ഒരു ജീവിതം അവന് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. അവിടെ നിന്നും മടങ്ങുമ്പോൾ, അതായത് ഗ്രാമത്തിൽ നിന്ന്, പീലിയുടെ ഗ്രാമത്തിലെത്തി അവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടു, പുതിയ കാര്യങ്ങളെല്ലാം പഠിച്ചു. ആ ഗ്രാമത്തിൽ നിന്നും റിക്കി തിരിച്ച് നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ എന്തുമാത്രം രസമാണ് ഗ്രാമജീവിതമെന്ന് അവൻ ആലോചിക്കുകയാണ്. അവിടുത്തെ ഭക്ഷണത്തിൻ്റെ സ്വാദും അതുപോലെ നഗരത്തിലെ പാക്കറ്റ് ഭക്ഷണത്തിൻ്റെ സ്വാദും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് അവന് മനസ്സിലായി. നഗരത്തിലെ അപ്പാർട്ട്മെൻറ്റിൽ ബിസിനസ്സുകാരായ അച്ഛനമ്മമാർക്കൊപ്പം ശരിക്കും ഒരു തിരക്കുള്ള ജീവിതമാണ് വിക്കി ആസ്വദിച്ചിരുന്നത്. പക്ഷേ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മുത്തച്ഛൻ അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴാണ് ഈ വിക്കിക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസമാവുന്നത്. അതാണ് ഇവിടെ വിക്കി പറയുന്നത്. 150 പേജിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ലിസ്റ്റ് ദ സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ബോത്ത് ദി ഫാമിലീസ്. രണ്ട് ഫാമിലിയുടെയും സോഴ്സ് ഓഫ് ഇൻകം കാണിക്കുന്നുണ്ട്. നീനുവിൻ്റെ ഫാമിലിയുടെ സോഴ്സ് ഓഫ് ഇൻകം, അതുപോലെ തന്നെ വിക്കിയുടെ ഫാമിലിയുടെ സോഴ്സ് ഓഫ് ഇൻകം. എന്തൊക്കെയാണ് ഇവരുടെ ഇൻകത്തിൻ്റെ സോഴ്സസ്? ഒന്നാമത്തത് സോഴ്സസ് ഓഫ് ഫാമിലി ഇൻകം ഓഫ് നീനു. അതിലൊന്ന് കൊടുത്തിട്ടുണ്ട് ലീസാണ്, പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻകം ലഭിക്കുമെന്ന് പറഞ്ഞു, സ്ഥലം പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ. രണ്ടാമത് അവിടെ കിട്ടുന്നത് നമുക്ക് വായിച്ചേക്ക് മനസ്സിലായി, നീനുവിൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് ജോലിക്കാരാണെന്ന് മനസ്സിലായി. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന സാലറി അവിടെ ഒരു സോഴ്സസ് ഓഫ് ഇൻകമാണ്. അപ്പോൾ രണ്ടാമത്തേലേക്ക് നോക്കുകയാണെങ്കിൽ വിക്കിയുടെ ഫാമിലിയിലെ ഇൻകം നോക്കുകയാണെങ്കിൽ ബിസിനസ് പറഞ്ഞിട്ടുണ്ട്, ബിസിനസ് എന്നൊരു ഇൻകം പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് അവിടെ പെൻഷൻ, ഗ്രാൻഡ് പേയുടെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാൻഡ് പേയുടെ പെൻഷൻ അവരുടെ ഫാമിലിയുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകമാണ്. രണ്ട് ഫാമിലിയുടെയും മന്ത്ലി ഇൻകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിക്കിയുടെ ഫാമിലിയുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 3 lakh to 5 lakh ആണ് മന്ത്ലി. നീനുവിൻ്റെ മന്ത്ലി ഇൻകം, ഫാമിലിയുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 1 lakh to 3 lakh ആണ്. അപ്പോൾ ആർക്കായിരിക്കും ഹയസ്റ്റ് മന്ത്ലി ഇൻകം എന്ന് പറയുന്നത്? വിക്കിക്കാണ്. അത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹയസ്റ്റ് എന്ന് പറയുന്നത് വിക്കിയുടെ ഫാമിലിക്കാണ് മന്ത്ലി ഇൻകം കൂടുതലെന്ന് മനസ്സിലായി. ഇനി തൊട്ട് താഴെയായിട്ട് ഈസ് ദ ഇൻകം ഓഫ് ദി 2 ഫാമിലീസ് ദ സെയിം. താഴെ നോക്കുക, 7 ഫാമിലിയുടെ ഇൻകം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഫാമിലിക്ക് 4 lakh to 5 lakh ആണ് മന്ത്ലി ഇൻകം. രണ്ടാമത്തെ ബി ഫാമിലിക്ക് 3 lakh to 4 lakh. മൂന്നാമത്തെ ഫാമിലിക്ക് 2 lakh മുതൽ 3 lakh വരെയാണ്. നാലാമത്തെ ഫാമിലിക്ക് 1 lakh മുതൽ 2 lakh വരെയാണ്. അഞ്ചാമത്തെ ഫാമിലിക്ക് 50,000 to 1 lakh വരെയാണ്. ആറാമത്തെ ഫാമിലിക്ക് 25,000 to 50,000 വരെയാണ് അവരുടെ മന്ത്ലി ഇൻകം. ഏറ്റവും ലാസ്റ്റ് 10,000 മുതൽ 25,000 വരെ മന്ത്ലി ഇൻകം ഉള്ള ഫാമിലിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും ഹയസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് എയ്ക്കാണ്, 4 lakh മുതൽ 5 lakh വരെ. അങ്ങനെയാണ് ഏറ്റവും ലോവസ്റ്റ് ഇൻകം ആർക്കായിരിക്കും? ജിക്കാണ്. ഏഴാമത്തെ ഫാമിലിക്കാണ് 10,000 മുതൽ 25,000 വരെയുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നവർ ലോവസ്റ്റ് ഇൻകം എന്ന് പറയുന്നത്. ഇനി റീസൺസ് ഫോർ ഡിഫറൻസ് ഇൻ ഫാമിലി ഇൻകം. എന്തുകൊണ്ടാണ് ഫാമിലി ഇൻകത്തിൽ അല്ലെങ്കിൽ ഓരോ ഫാമിലിയിലെ ഇൻകത്തിൽ വ്യത്യാസം വരാനുള്ള കാരണം? നമുക്കറിയാം എല്ലാ ഫാമിലിക്കും ഒരിക്കലും ഒരേ ഇൻകം വരില്ല. നോക്കിക്കേ, ഒന്നാമത്തെ കാരണം ഡിഫറൻസ് ഇൻ ഇൻകം ഫ്രം എംപ്ലോയ്മെൻറ്റ്. ഓരോ തൊഴിലിൽ നിന്നും ഓരോരുത്തർക്കും ലഭിക്കുന്ന ഇൻകം വ്യത്യസ്തമാണ്, അല്ലേ? ഓരോ തൊഴിലിനും ഓരോ ഇൻകം എന്നറിയാം. പക്ഷെ എല്ലാവർക്കും, രാജ്യത്തെ എല്ലാവർക്കും ഒരേ തൊഴിലാണോ? അല്ല. അപ്പോൾ തൊഴിലിൽ നിന്നും ലഭിക്കുന്ന ഇൻകത്തിലുണ്ടാകുന്ന വ്യത്യാസം. രണ്ടാമത്തത് ഡിഫറൻസ് ഇൻ ദ സോഴ്സസ് ഓഫ് ഇൻകം. എന്താണ് സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ? നമുക്ക് ലഭിക്കുന്ന വരുമാന സ്രോതസ്സുകളിലുള്ള വ്യത്യാസം. നമ്മളത് മുന്നേ പഠിച്ചതാണ് സോഴ്സസ് ഓഫ് ഇൻകം എന്താണെന്നൊക്കെ. അപ്പോൾ നമ്മളത് ഈ ചാപ്റ്ററിൽ നമ്മളത് ഒന്നും കൂടി റിവൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.